सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। ഗന്ധർവസംഗീതയാമം ഗന്ധർവസംഗീതയാമം ഉഷസന്ധ്യാംബരം തൊടുത്ത നേരം വിന്ധ്യാവലീപതിക്കേകുവാൻ സ്വർണതാമ്പാളത്തിൽ പുഷ്പഹാരം തങ്കസൂര്യകിരണ പുഷ്പഹാരം ഗന്ധർവസംഗീതയാമം. അമ്മ വസുന്ധര താലവുമേന്തി പൊന്മകനെ വരവേൽക്കുവാൻ നിന്നു. അമ്മ വസുന്ധര താലവുമേന്തി പൊന്മകനെ വരവേൽക്കുവാൻ നിന്നു. കുഞ്ഞു സുമങ്ങൾ സന്താനങ്ങൾ കുഞ്ഞു സുമങ്ങൾ സന്താനങ്ങൾ കണ്ണു തിരുമ്മിയുണർന്നേ നിന്നു. ഉത്സവാനന്ദലഹരിയിൽ പൂത്ത പൂക്കളങ്ങളിൽ വാസുരേ ഹൃദയ കമലമതിലുണരുമിനിയതളമോ വരുമവനു നിറമെഴുതി ഗന്ധർവസംഗീതയാമം ഉഷസന്ധ്യാംബരം തൊടുത്ത നേരം ഗന്ധർവസംഗീതയാമം. മന്ദസമീരൻ ചാമരം വീശി മന്നവനെ എതിരേൽക്കുവാൻ വന്നു. മന്ദസമീരൻ ചാമരം വീശി മന്നവനെ എതിരേൽക്കുവാൻ വന്നു. മഞ്ഞുകണങ്ങൾ
അർച്ചന ചെയ്യുന്ന രണ്ട് കുട്ടികളും അവരുടെ പാത്രത്തിലിരിക്കുന്ന പൂവ് ഓരോന്നെടുത്തുകൊണ്ട് പാത്രത്തിലേക്ക് ഇടുമ്പോൾ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് സർവമംഗള സ്തോത്രം ചെയ്യും. ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഇനി വളരെ ഭക്തിയോടുകൂടി രണ്ടുപേരും മോതിരം നല്ല കൈ ശുദ്ധാക്കുക. കുങ്കുമം വിഭൂതി ശനി കർപ്പൂരം മുഴുവൻ. അപ്പോഴേ മന്ത്രം ഓം ന ചന്ദ്ര സൂര്യോ വാദി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി ഗതോയമഗ്നി തമേവ ബാന്ധവനുപാധി സർവം തസ്യ ഭാസാ സർവമിദം. ഇനിയൊക്കെ കർപ്പൂരത്തിൽ ഒഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം
वीणामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणस्तदवानः शृण्वन्नोतिभिस्सीदसादनम् प्रणो देवी सरस्वती वाजेभिर्वाचिनीमती धीनामभिद्वयमधु गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरि ओम् हरिं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै नारायणात् ब्रह्मा जायते नारायणदेव समुत्पद्यन्ते नारायणे प्रवर्तन्ते नारायणे चक्रश्च नारायणः या वा पृथिव्यौच्च नारायणः निर्विकल्पो निराख्यात शुद्धो देव एको नारायणः नर्तिदियो भूमित्यग्रे व्याहरे विन्दते प्राजापत्यगुं जायस्मस्नुते तदोमृतत्वमश्नुत इति स्वरूपम् अकार उकार इति तानेकदा समपरत्तदे आदित्याभिमुखो दीयानः पञ्चपादकोपपादकात् प्रमुच्यते सर्ववेदपारायण पुण्यं लभते शान्तिः पुरुषे तन्नो रुद्रः
दीनदयालो रामा जय सीता वल्लभ रामा दीनदयालो रामा जय सीता वल्लभ रामा श्रुतजनपालक रघुपति राघव श्रुतजनपालक रघुपति राघव पीताम्बरधर पावन राम दीनदयालो रामा जय सीता वल्लभ रामा കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലയായി മാറുന്നു ശിലി പരിപാലക ക്ഷിതി പരിപാലക നിന്നെ ഭജിച്ച ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ दीनदयालो रामा जय सीता वल्लभ रामा
നിങ്ങളേവരെയും ഈ അനുമോദനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഈ ചടങ്ങിലേക്ക് സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ശ്രീ സത്യസായി സമിതിയുടെ ഈശ്വര പ്രാർത്ഥന. സഹനാഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഈ പഴയ പ്രൗഢിയാർന്ന തറവാടിൻ്റെ പൂമുഖത്ത് മുറ്റത്ത് വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഒരു മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാധവേട്ടൻ 84 തികയുന്നു. ശതാഭിഷേകം എന്ന് പറയുമ്പോൾ 100 വയസ്സാകണ്ട, നമ്മുടെ ശാസ്ത്രമനുസരിച്ച് 84 വർഷം കൊണ്ട് 1000 പൂർണ്ണചന്ദ്രനെ കാണാം എന്നാണ് കണക്ക്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ടാൽ ശതാഭിഷക്തനായി 100 വർഷം ജീവിച്ചു എന്നുള്ളതിൻ്റെ ഫലമുണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. സന്തോഷം മാത്രം കൊടുക്കുന്ന, ജീവിതത്തിൽ മറ്റാകുന്ന ശ്രീ മാധവേട്ടനെ 84 വർഷമായതിൻ്റെ പേരിൽ, ശതാഭിഷിക്തനായതിൻ്റെ പേരിൽ നമ്മൾ ഇന്ന് അനുമോദിക്കുകയാണ്. ഇതൊരു മഹത്തായ ചടങ്ങാണ്. മഹത്തായ ഇവിടെ നാം കാണുന്നത് സന്തോഷത്തിൻ്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ലക്ഷണമൊത്ത മനുഷ്യനാണ്. ഒരു ഗുണദോഷ വികാരം കൊള്ളാത്ത, സമചിത്തതയോടുകൂടി കാര്യങ്ങൾ ദർശിക്കുന്ന, എല്ലാവരോടും സ്നേഹമയമായ രീതിയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആദരിക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ 84ാമത് വർഷത്തിൽ അദ്ദേഹത്തിനെ കണ്ട് ആ പാദസേവ നടത്താനായിട്ട്, ആ പാദപൂജ നടത്താനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു. അന്ന് രാജതുല്യമായിരുന്ന ഒരു കുടുംബമായിരുന്നു. അതിലേറ്റവും പ്രൗഢമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഗോവിന്ദൻ എന്ന മൂപ്പൻ നായരുടെ, പുത്തൂർ ഗോവിന്ദൻ എന്ന മൂപ്പൻ നായരുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായി, 2ാമത്തെ മകനായി മാധവൻ നമ്പ്യാർ ഇവിടെ ജനിച്ചു, ഇവിടെ വളർന്നു, സമ്പന്നതയിൽ തന്നെ വളർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം തൊടാത്ത ഒരു കാര്യവും, തൊട്ട് പൊന്നാക്കാത്ത ഒരു കാര്യവും പനവരത്തില്ല. ഞാൻ സംശയദേശം പോലുമില്ലാത്ത രീതിയിൽ സന്നിഗ്ധമായിട്ട് തന്നെ പറയും. പനോര ഹൈസ്കൂൾ ഈ നിലയിലാക്കിയത് അത് വാട്ടനാട് പിള്ളയായിരുന്നു. ഇവിടുത്തെ മുഖ്യ
മുഖ്യൻ. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ വളരെ പ്രയാസമുണ്ടായി. അതിൻ്റെ ഓർഡർ വാങ്ങിയിട്ടേ ഒന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം 15 വർഷത്തോളം നമ്മുടെ ബാങ്കിൻ്റെ പനവരം ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് അതിനെ നല്ല നിലയിൽ എത്തിക്കാൻ അങ്ങേയറ്റം ശ്രമിച്ച സത്യസന്ധമായ ഇതൊക്കെയാണ് ഗാന്ധിയൻ രീതിയിൽ. എന്നൊരു കാര്യം അതിനുവേണ്ടിയുള്ള ഒരു മഹായോഗം തൃശ്ശൂരിൽ വെച്ച് നടത്തിയപ്പോൾ അതിൽ വയനാടിനെ പ്രതികരിച്ചുകൊണ്ട് PC മാധവൻ പേര് പോയിരുന്നു. ആ നിലയിലും ആ കാലത്തൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം നാടിൻ്റെതായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചത് എന്ന് പ്രത്യേകമായിട്ട് ഞാനിവിടെ സ്മരിക്കുകയാണ്. ആർക്കും ദുഃഖം വരാം, സുഖമുണ്ടാകാം. സുഖം ദുഃഖം എന്നുള്ളത് സമ്മിശ്രമാണ്. ഞാൻ തിരക്കുള്ള മനുഷ്യനാണ് എന്നത് എനിക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 മീറ്റിംഗാണ് ഇന്നുള്ളത്. എങ്കിൽ പോലും ഈ സമയത്ത് അതിനവിടെ എത്തിയ കൃത്യം നിർവഹിക്കാം, ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് അദ്ദേഹം ഏറ്റത് മാധവനോടുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹത്തിനുള്ള വാത്സല്യം കൊണ്ടുമാണ്. ആ നിലയിൽ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം. പിന്നാവുന്നവരടക്കം ഉള്ള ആൾക്കാർ ഈ വേദിയിൽ ഉണ്ട്. ഞാൻ അവരെയൊക്കെ ഈ അവസരത്തിൽ പേര് പറഞ്ഞ് ഞാനും രാമേന്ദ്രൻ മാഷ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ മുറ്റത്തിരുന്നല വരാന്തിയിലിരുന്ന പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത്രയും മാധവനോടുള്ള സ്നേഹബന്ധം കൊണ്ടാണ്. ആ നിലയിൽ അദ്ദേഹത്തിന് വൈകി വന്ന ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹം ആദരിക്കുന്നു. KV മോഹനൻ, ഞാൻ കുഞ്ഞാമ്പദ്ദേഹം ആശവല്ലി പറഞ്ഞ പോലെ തന്നെ മാധവട്ടം തുടങ്ങി വെച്ച ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. അദ്ദേഹം ഇതിൽ ക്ഷണിക്കേണ്ട ആൾ വീട്ടുകാരനായിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിനെ ഈ ചടങ്ങിൻ്റെ പേരിൽ അദ്ദേഹം ആ ബന്ധം പുതുക്കാനും ആ ബന്ധം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാനും ഒക്കെയാണ് അവരോടി ആ സമയത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു നേതാവ് സമയക്കുറവ് കൊണ്ടുപോയി KC റോസക്കുട്ടി ടീച്ചർ അവരും ഉണ്ടാകുമായിരുന്നു. തിരക്കുകൊണ്ട് അവർ പോയി. ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും അദ്ദേഹത്തെ വിളിച്ച് ഞാനിവിടെ വരികയും അദ്ദേഹത്തിനോട് എനിക്കുള്ള ബഹുമാനം പ്രത്യേകമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 84 വയസ്സ് തികയുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മഹാഭാഗ്യവാനാണ് PC മാധവൻ. ഒരുപോലെ തന്നെ സ്നേഹാദരങ്ങൾ കാണിച്ചിട്ടുള്ള ശ്രീമാൻ PC നേരത്തെ ഇവിടെ പറഞ്ഞു, അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം തന്നെയും സാമ്പത്തികമായി വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലാണ്. PC ബാലകൃഷ്ണൻ നമ്പ്യാർ MLA ആയിരുന്നു. NK കുഞ്ഞികൃഷ്ണൻ നായർ MLA ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഈ PC അവരുടെ മനസ്സിൽ വളരെയധികം ആത്മാർത്ഥമായി പൊതുജന സേവനം നടത്തുന്ന PC. സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടല്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവിടെ കൂടിയിരുന്ന നമുക്കെല്ലാം തന്നെ അദ്ദേഹത്തെ നീ ആദരിക്കാനുള്ള സൗകര്യം കിട്ടിയ സന്തോഷമുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ സേവനം പരമാവധി നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന് വിശ്വാസം എനിക്കുണ്ട്. ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ലെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്. സ്വാതപ്രസംഗം ഈ ചോദ്യം ഞാൻ ധർമ്മരാജയുടെ അന്ന് അവിടെ ചോദിച്ചു. എനിക്കൊരു സംശയം, എത്ര 100 വയസ്സ് കഴിഞ്ഞു? അപ്പോഴാ പറഞ്ഞത് 100 വയസ്സല്ല, 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട അത് 100 വയസ്സായി. ഏതായാലും ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മുഖഘട്ടം അഭിനന്ദിക്കുക മാത്രമല്ല, വളരെ കാലം അദ്ദേഹം ആരോഗ്യനായിരിക്കട്ടെ എന്നും ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്.
PC മാത്രമല്ല, മറ്റ് സഹോദരന്മാരെ ബഹുമാനി ചടങ്ങിൽ പങ്കെടുത്തു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകരോട്, PC മാധവൻ നായരുടെ കുടുംബാംഗങ്ങളോട് അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടമ്മാഷ് PC-യെ സംബന്ധിച്ച് ഒരു ജീവചരിത്രം തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പനവരം പട്ടണത്തിലൂടെ വയനാട്ടിലുണ്ടെങ്കിൽ 2 നേരം PC പനവരം പട്ടണത്തിലിറങ്ങി. 10-20 വർഷത്തെ പരിചയമുണ്ട്. ആ പരിചയമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്നെ വരാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് സേവനങ്ങൾ പ്രത്യേകിച്ച് പനവരത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് നൽകുവാൻ PC ബാലകൃഷ്ണൻ നമ്പ്യാർ, മാധവൻ നമ്പ്യാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 84 വയസ്സ് പൂർത്തിയാകുകയാണ്. 84 വർഷക്കാലത്തിനിടയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ അവശേഷിക്കുന്ന കാലത്തും ചെയ്യാൻ വേണ്ടി കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു അദ്ദേഹത്തെ അനുമോദിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും സന്മനസ് കാണിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.
വയനാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിരുന്ന ശ്രീ PC-യുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ തന്നെ വളരെ വിശദീകരിച്ച് ബഹുമാന്യനായ ശ്രീ PK നായരോട് വിശദീകരിച്ചു. ആ കാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ തന്നെ വളരെ പരിമിതമായ അറിവ് മാത്രമേ എന്നെ പോലെയുള്ളവർക്കുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ അക്കാലത്തെ വളരെയേറെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ പറ്റി അന്നും ഇന്നും ഇവിടെ പലരും സംസാരിച്ച് അറിയുവാനും പരിചയപ്പെടുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ സിദ്ധിച്ചിട്ടുണ്ട്. 84 വയസ്സ് പൂർത്തിയാകുന്നു. 1000 പൂർണ്ണചന്ദ്രന്മാരെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. തീർച്ചയായും ഒരു ആളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. നിഷ്കളങ്കനായി നിസ്വാർത്ഥനായി നാട്ടിനെ സേവിച്ച ശ്രീ PC. അദ്ദേഹം ഒരിക്കലും സ്ഥാനങ്ങൾ ആഗ്രഹിച്ചില്ല. പരിമിതമായ സ്ഥാനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് ഒരു പ്രത്യേക മാതൃക കാണിച്ച PC. ആ PC-ക്ക് ഇനിയും ആയുസ്സും ആരോഗ്യവും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവശക്തനായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇങ്ങനെ ശതാബ്ദി ആഘോഷിക്കുന്ന എവരുടെയും പ്രിയങ്കരനായ ശ്രീ PC മാധവൻ നമ്പ്യാർ, വേദിയിലെ ബഹുമാനരായ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രശസ്തരായ പ്രമുഖ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീ PC മാധവൻ നമ്പ്യാർ ഇന്ന് അഭിഷക്തനാകുകയാണ്. ഒരു ഏതാണ്ട് 8 നൂറ്റാണ്ടോളം നമ്മുടെ ഈ 8 പതിറ്റാണ്ടോളം നമ്മുടെ ഈ നാട്ടിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞെന്ന് പ്രവർത്തിച്ച പൊതുപ്രവർത്തന രംഗത്ത് നിശബ്ദമായി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച് ലബ്ധപ്രതിഷ്ഠ നേടിയ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യങ്ങൾ നേടുകയാണ് ഞാൻ സൂചിച്ചിരുന്നത്. അദ്ദേഹം തികഞ്ഞ കോൺഗ്രസ് ആണെങ്കിൽ പോലും ജീവിത പാന്താവിൽ എത്ര ഒതുക്കി പറഞ്ഞാലും ഒറ്റ വാള്യത്തിൽ ഒതുങ്ങാത്ത ജീവിതമാണ് ശ്രീ PC-യുടേത്. ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞു, ആനകളിൽ ഞാൻ ഐരാവതമാണ്, രത്നങ്ങളിൽ ഞാൻ സ്യമന്തകമാണ്, വേദങ്ങളിൽ ഞാൻ ഓംകാരമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തൊട്ട മേഖലകളിലൊക്കെ കൈവയ്ക്കുവാനും സഹകരണം, രാഷ്ട്രീയം, സാമുദായികം എല്ലാ രംഗങ്ങളിലും തിളക്കമാർന്ന വ്യക്തിമുദ്രകൾ പതിപ്പിക്കുവാൻ ശ്രീ PC-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2-3 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബന്ധമാണ് യശശരീരനായ ശ്രീ NK-യുടെ നിഴലുപോലെ എപ്പോഴും വർത്തിച്ചിട്ടുള്ള ശ്രീ PC. ഞാൻ NK-യിലൂടെയാണ് അദ്ദേഹത്തെ അടുക്കാനും പരിചയപ്പെടാനും എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഒന്നിലധികം തവണ ഈ വീട്ടിൽ തന്നെ താമസിക്കുവാൻ അത്യാവശ്യം നേരം പോക്ക് പരിപാടികളും മിമിക്രിയും ഒക്കെ ശീലമുള്ള എന്നെ കൊണ്ട് അദ്ദേഹം അതൊക്കെ ചെയ്യിക്കാറുമുണ്ട് എന്നാണ് അത് ഞാൻ മറന്നിട്ടില്ല. പലപ്പോഴും ഒന്നിച്ച് പ്രവർത്തിക്കും. പക്ഷെ ഒരിക്കലും എൻ്റെ സ്നേഹിത സഖാവും മോഹൻ പറഞ്ഞില്ല, അദ്ദേഹം ആജ്ഞാപിച്ച് ഞാൻ കണ്ടിട്ടില്ല എവിടെയോ. മേഘങ്ങൾ പുതുനീര് ആർജിക്കുമ്പോൾ പ്രാപിക്കുമ്പോൾ കൂടുതൽ താഴോട്ടിറങ്ങും. അതുപോലെ തന്നെ സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കുമ്പോൾ സജ്ജനങ്ങൾ കൂടുതൽ താഴോട്ട് വരുന്നു, ആദരണീയരാകുന്നു, ലാളിത്യമുള്ളവരാകുന്നു എന്നൊക്കെ പറഞ്ഞ വരികളാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം മേഖലയിൽ അദ്ദേഹം കൈവച്ചു, ആ മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ശോഭിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ ഇനിയും വളരെ കാലം ഈ നാട്ടിൽ വേറിട്ട് കാണാനാകും എന്നാണ് എൻ്റെ വിശ്വാസം. ദീർഘായുസ് ഞാൻ അദ്ദേഹത്തിന് നേരുന്നില്ല. കാരണം ഒരിക്കൽ മഹാനായ തിക്കോടിയൻ ഒരിക്കൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് അർത്ഥമായ ശിഷ്ടജീവിതം സംതൃപ്തമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ അരോഗതയുടെ ഗാത്രനായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇവിടെ ഇപ്പോൾ ഈ നെല്ലാറാട്ട് തറവാട്ടിൻ്റെ ഈ മുറ്റത്ത് ഏതാണ്ട് മഴത്തുള്ളികൾ മുത്തമിടുന്ന സ്വർണ്ണപാത്രത്തെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഭവിഷ്യനായിട്ടുള്ളത്. എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ആദരണീയനായ ശ്രീ PC, സമാദരണീയരായ വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരെ, ഇവിടെ സംസാരിച്ച മുതിർന്ന തലമുറയിൽപ്പെട്ടവരൊക്കെ എന്തായിരുന്നു PC എന്നുള്ളതൊക്കെ വളരെ
വ്യക്തമായ ചിത്രം PC യെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ വരച്ചിടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനവും അർപ്പിക്കുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. കുറഞ്ഞ കാലഘട്ടത്തിലൂടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എനിക്ക് ഇടപെടുവാൻ അവസരം കിട്ടിയപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ തികഞ്ഞ ശാന്തതയോടെ എന്നാൽ കൃത്യമായ കാര്യഗൗരവത്തോടെ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ആദരണീയമായ സമീപനത്തെ ഏറെ ബഹുമാനത്തോടു കൂടി ഞാനിവിടെ സ്മരിക്കുകയാണ്. PC എന്ന നാമധേയത്തിലാണ് ശ്രീ മാലവട്ടനെ അറിയുന്നത്. ഞാനൊക്കെ വയനാട്ടിൽ പരമരത്ത് വന്നതിന് ശേഷം ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ PC അന്ന് പ്രത്യേകിച്ച് പരമരത്തും വയനാട്ടിലും എനിക്ക് നമ്മുടെയൊക്കെ വിട്ടുപോയി. എങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുകാരുടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ PC മാധവൻ പേരാണ്. PC വന്നാൽ മാത്രമേ കോൺഗ്രസ് ആവുകയുള്ളൂ. ഒരു യോഗത്തിൽ വന്ന് PC ഇല്ലെങ്കിൽ അത് കോൺഗ്രസ്സായി പൂർത്തീകരിക്കില്ല. കോൺഗ്രസിന്റെ സ്വഭാവം വരണമെങ്കിൽ ആളുകൾ കൂടിയിരിക്കുന്ന മേഖലയിൽ PC കൂടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാവ് വന്നു എന്ന ഒരു ശബ്ദം പുറത്തു വരും. അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി കർമ്മത്തിൽ കൂടെ തന്നെ ഇന്നത്തെ 1000 ചന്ദ്രൻ പൂർണ്ണമാകുന്ന ഈ ദിനത്തിൽ തന്നെ ഇത്രയും മഹത്തമായ ചടങ്ങിൽ കൂടെ അദ്ദേഹത്തിന് നമുക്ക് ആദരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജനിച്ച തറവാട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുവാൻ ആ ഒരു ഭാഗ്യം തന്നെ ഏറ്റവും വളരെ വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ആർക്കും തന്നെ ഈ കഴിഞ്ഞ കാലം പോലെ തന്നെ ബുദ്ധിമുട്ടിക്കാതെയും ജീവിച്ചതുപോലെ തന്നെ അവസാന കാലം വരെ ആരോഗ്യവാനായി മുന്നോട്ട് വരട്ടെ, അദ്ദേഹം ആരോഗ്യവാനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സദസ്സിലും വേദിയിലുമുള്ള പൗരപ്രമുഖരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഈ ധന്യമുഹൂർത്തം എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ നിമിഷമായി ഞാൻ കാത്തു സൂക്ഷിക്കും. കാരണം എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത എൻ്റെ പിതൃസ്ഥാനത്ത് നിന്ന് എന്നെ വളരെയധികം സംരക്ഷിച്ച ഒരു മഹത് വ്യക്തിയാണ് ഞാൻ അച്ചാച്ചൻ എന്ന് വിളിക്കുന്ന PC മാധവൻ നമ്പ്യാർ. അദ്ദേഹത്തെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദി പറയുന്നു. അച്ചാച്ചന് ശിഷ്ടജീവിതം സ്വസ്ഥവും സമാധാനവും സന്തോഷവും നിറഞ്ഞതായി കൊണ്ട് ഇതുപോലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കും. തീർച്ചയായും PC ശതാഭിഷിക്തനാകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എൻ്റെ മുൻ പ്രാസംഗികന്മാരൊക്കെ ഇവിടെ യഥാണ്ട് വിലയിരുത്തിക്കുന്നു. ഒരു വ്യക്തി പൊതുവെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ നന്മകളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ നന്മകളും പ്രവർത്തനവും തീർച്ചയായും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് ഞാൻ പുറത്തേക്ക് രംഗത്തേക്ക് വരുന്ന കാലത്ത് PC രാഷ്ട്രീയമായും മറ്റ് സാമൂഹ്യമായും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റാണ്, അദ്ദേഹം മണ്ഡലം പ്രസിഡന്റാണ്. ഇനി ഏത് നിലയ്ക്കും ഇന്നത്തെ സ്വഭാവം, ഇന്ന് കാണുന്ന സ്വഭാവം ചെറുപ്പത്തിലുണ്ട്. കാണുമ്പോൾ എല്ലാവരോടും തിരിച്ച് എല്ലാവരും സമഭാവനയോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട ഒരാൾ, അദ്ദേഹവുമായി പെരുമാറിയ ഒരാൾ മറക്കപ്പെടുകയില്ല. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ശതാഭിഷേക സമയത്ത് തീർച്ചയായും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഈ അനുമോദിക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പിന്നെ
ശിഷ്ട ജീവിതം ആരോഗ്യപ്രദമായി സന്തോഷപ്രദമായി ഭവിക്കട്ടെ എന്ന് മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കു നമസ്കാരം. കണ്ട ഒരു മഹാൻ, അദ്ദേഹത്തെ 1000 നാവ് കൊണ്ട് വർണ്ണിച്ചാലും പ്രകീർത്തിച്ചാലും മതിയാവുന്നതല്ല, തീരുന്നതല്ല. ഈ സമയത്ത് കൂടുതൽ നമ്മുടെ സംസ്കാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വർണ്ണിച്ചതുകൊണ്ടോ പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. അദ്ദേഹത്തിന് എനിക്കൊന്നേ പറയാനുള്ളൂ, അദ്ദേഹം ആരോഗ്യ ഐശ്വര്യാദി സമൃദ്ധിയോടുകൂടി ഈ നാട്ടിൽ വളരെ കാലം ജീവിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കൊരു ധൈര്യമുണ്ട്. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കാരണവന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടും പറയുന്നു, വളരെ കാലം ജീവിക്കട്ടെ. ഒരു കാലത്ത് NK, BC, KG, PK, EP എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായി. അതായത് BC എത്രമാത്രം നല്ല സേവനം ചെയ്തതിൻ്റെ ഒരു അംഗീകാരമാണ് ഈ പ്രൗഢമായ സദസ്സും ഈ വേദിയും. അദ്ദേഹത്തിന് ദീർഘായുസ്സ് നേരുന്നു എൻ്റെ എല്ലാവിധ ആശംസകളും. അത് നമ്പ്യാരെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 10-35 വർഷമായി വയനാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. എല്ലാ സുഖദുഃഖങ്ങളിലും BCയോടൊപ്പം ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ശേഷിക്കുന്ന കാലം ഭാസുരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്ക് PC ഇളയച്ചൻ എന്ന് വിളിക്കുന്ന മാധവനിയ ഈ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ഈ ലോകത്തിൽ എങ്ങനെ ബന്ധപ്പെടാതെ നിൽക്കണം എന്നുള്ളത്, ഏത് മനം മുട്ടിക്കുന്ന, ഏത് ഉത്തരം മുട്ടിക്കുന്ന അവസരങ്ങളിലൊക്കെ ചെന്ന് നിന്നാലും കണ്ടാലും അതിനെ വളരെ എന്താ പറയുക, ശാന്തമായ മനസ്സോടെ സ്വീകരിക്കുന്ന, അഭിമുഖീകരിക്കുന്ന PC ഇളയച്ചനെ പോലെ ഒരാളെ എൻ്റെ ബന്ധുജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ സാധാരണ വയനാട്ടിലെ ആരുടെ ഇടയിലും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ആ അവസരത്തിലൊക്കെ എന്ന് പറയാൻ ഒരാളെ നമ്മുടെ ഇടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, അത് ശ്രീ PC മാധവൻ നമ്പ്യാർ. വലിയ ഒരു വിഹാതുരത്വം തോന്നുകയാണ്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഒരു 10-20 വയസ്സുള്ള ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ വീടും ശ്രീ PC മാധവൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവും ഒക്കെയായി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സ്മരണ ഇവിടെ അയവറക്കുന്നതോടൊപ്പം തന്നെ അന്ന് മുതൽ ശ്രീ PC-യെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം വളരെ ഹൃദ്യമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പലരും സൂചിപ്പിച്ചതുപോലെ ആർക്കും ഒരാക്ഷേപമോ വിരോധമോ തോന്നാത്ത നിലയിൽ എപ്പോഴും നിറപുഞ്ചിരിയോടുകൂടി ആളുകളെ സമീപിക്കുന്ന ശ്രീ മാധവൻ നമ്പ്യാർക്ക് ഇനിയും ശിഷ്ടകാലം വളരെ സന്തോഷപ്രദമായി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസരമായി ധാരാളം ബന്ധമുള്ള ആൾക്കാരാണ് ഇന്ന് ഈ സദസ്സിൽ കൂടിയിരിക്കുന്നത്. വയനാടിൻ്റെ എല്ലാ ഭാഗത്തുള്ള സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഇവിടെ സംഘടിപ്പിച്ചു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം PC ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ഗാന്ധിയൻ ആദർശങ്ങൾ എല്ലാവരും സംസാരിക്കാറുണ്ടെങ്കിൽ വ്യക്തി ജീവിതത്തിൽ 100% കൊണ്ടു നടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ എന്നും ബഹുമാനിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. PC എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ബഹുമാനിയായ മാധവേട്ടൻ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് PC-യെ അനുമോദിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് PK പറഞ്ഞപ്പോൾ തന്നെ, അതിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. ഒരുപാട് ദോശ കഴിക്കുകയും ഞാൻ സംശയിക്കുന്നു. അത്രയും ആത്മബന്ധവും ഹൃദയബന്ധവും PC ആയിട്ടുണ്ട്, രാജനുമായിട്ടുണ്ട്, ഈ കുടുംബത്തിലെ എല്ലാവരുമായിട്ടുണ്ട്.
വലിയൊരു സന്തോഷം, ഒത്തിരി സന്തോഷം എല്ലാവരെയും ഒന്നിച്ച് കാണാൻ, ഈ സ്നേഹത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൽ. PC ഒരുപാട് കാലം നമ്മോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്നു പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഒരു കഴിഞ്ഞ 60 വർഷക്കാലം നേരിട്ടുള്ള ബന്ധം PC-യുമായിട്ടുണ്ട്. പൊതുജീവിതത്തിൽ മാതൃകാപരമായ ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ PC അനുഭവപ്പെട്ടത്. PC എന്ന ഏകാക്ഷരി രണ്ടുപേരെയാണ് ഓർക്കുന്നത്. ഒരു PC നമ്മുടെ കൂടെ ഇല്ല. വീണ്ടും വീണ്ടും പറയുന്നത് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ആവശ്യമില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദരണീയ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നിർത്തും. പണ്ട് കാലങ്ങളിൽ നെല്ലുകൊണ്ട് ആറാട്ട് നടത്തി എന്നാണ് ഐതിഹ്യം. ആ നെല്ലാറാട്ട് തറവാട്ടിൽ അതിൻ്റെ മുന്നിൽ ഇന്നിവിടെ കൂടുവാനും ആ നെല്ലാറാട്ട് എന്ന ഭവനത്തിൻ്റെ മുന്നിൽ, നെല്ലാറാട്ട് ഭവനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ അങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. ഈ വീടിന് പേരില്ല. ഞാൻ നോക്കും സ്വീകരണ പരിപാടികളും ആദരിക്കലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടും നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസം അഭിഷിക്തനാവുന്ന ശ്രീ മാധവേട്ടന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ചെറിയ 2-3 വാക്കുകൾ മാത്രം പറയട്ടെ. മാധവേട്ടൻ്റെ ജീവിതകാലത്തെ പറ്റിയുള്ള വ്യക്തമായൊരു ചരിത്രം അദ്ദേഹത്തിൻ്റെ സമകാലികരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ വെച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഒരു വീണ്ടും വിചാരം സംസാരിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് 2 വാക്ക് പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഭവനത്തിൽ വെച്ച് ഇത്തരം ആഘോഷം മുമ്പ് നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു ഭാഗ്യം കൂടെ മാധവേട്ടന് ലഭിച്ചിരിക്കുകയാണ്. മാത്രമല്ല വളരെ വിരളമാണ് വയനാട്ടിൽ. എന്തായാലും ഇങ്ങനത്തെ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ആചാരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാധവേട്ടൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കുണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ അവസരം കിട്ടിയത് തന്നെ ഒരു പരമഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ധാരാളം പരിപാടികളിൽ വേറെ തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് അത്യപൂർവമായ അത്യാദരണീയമായ ഒരു മഹൽ സംരംഭത്തിന് സാക്ഷിയാവാനും അതിൽ തന്നെ ഒരു എളിയ പങ്കാളിത്തം വഹിക്കാനുള്ള അവസരം കിട്ടിയതിൽ ജീവിതത്തിലെ ഒരു പരമഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. ഞാൻ പനമരത്ത് എത്തിയിട്ട് ഏതാണ്ട് 34 വർഷം കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ തികഞ്ഞ നിർമ്മമത്വത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്നേ വരെയുള്ള ജീവിതം കടന്നുപോയിട്ടുള്ളത് എന്ന് പറയുന്നതിനും യാതൊരു സങ്കോചത്തിൻ്റെയും ആവശ്യമില്ല. സാധാരണയായി പുരാണത്തിൽ യുധിഷ്ഠിരനെ അജാതശത്രു എന്ന് വിശേഷിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അജാതശത്രു ഈ രംഗത്ത് കാണുന്നെങ്കിൽ വയനാടിൻ്റെ തന്നെ കാരണവരായ ശ്രീ PC ആണ്. അദ്ദേഹത്തിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ആരോഗ്യപ്രദമായ ശിഷ്ടായുസം ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ. 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA, ആശംസാ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള സർവശ്രീ PV ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ മാസ്റ്റർ, ND അപ്പച്ചൻ, KV മോഹനൻ, CP വർഗീസ്, KV പൗലോസ്, T മോഹനൻ, KC നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൂടാതെ ഈ സംഗമത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നിട്ടുള്ള എല്ലാ ബന്ധുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ചെയ്തു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ സുഹൃത്തുക്കളെ, ഞാൻ 1912 കണ്ട ഒരു ഭാഗ്യവാനാണ് എന്നാണ് നിങ്ങളെല്ലാം വിധി കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെ ഇത്ര ഗൗരവപ്പെട്ട ഒരാളാണെന്ന് ഇന്നത്തെ നിങ്ങളുടെ എല്ലാവരുടെയും ആശംസാപ്രസം കൊണ്ട് മാത്രമാണ് മനസ്സിലായത്. ഞാൻ എത്ര വലിയ ഞാൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയെല്ലാം പൊടുപ്പും തൊങ്ങലും വെച്ച് ധാരാളം പറഞ്ഞു.
ഞാൻ അഭിനന്ദിക്കുന്നു. ഏതായാലും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവണം. നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുളസി കൃഷ്ണ തുളസി നിന്നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരഭൗമ ഹൃദ്യ സുഗന്ധം, ഒരധ്യാത്മ ദിവ്യ സുഗന്ധം. തുളസി കൃഷ്ണ തുളസി നിന്നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരഭൗമ ഹൃദ്യ സുഗന്ധം, ഒരധ്യാത്മ ദിവ്യ സുഗന്ധം. അങ്കണത്തറയിന്മേലാദരസമന്വിതം കുടിയിരുത്തി നിന്നെ ഞങ്ങൾ. ആ ആ ആ ആ ആ ആ അങ്കണത്തറയിന്മേൽ ആദരസമന്വിതം കുടിയിരുത്തി നിന്നെ ഞങ്ങൾ. നിത്യവും സന്ധ്യയ്ക്ക് നിരവധ്യയാം നിന്നെ തിരിവെച്ചു കൂപ്പുന്നു ഞങ്ങൾ. ദേവി തിരിവെച്ചു കൂപ്പുന്നു ഞങ്ങൾ. ധനി സഗസ ധനി ദപദപ ഗമദമ ഗമ ധനി സഗ 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 സമാമ മദ മദ ധനി ധനീനി ധനി സ സമമഗ ഗരിരി ധനി നി ദപ മ ധനി ധരീരി ധനി ദ സ നി ദപ മ മദ മനീനി ഗമ ഗ ദ മഗരി സ തുളസി കൃഷ്ണ തുളസി.